വലിയൊരു കലാപത്തിലൂടെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങുകയും സകലതും അടിച്ചു തകർക്കുകയും പ്രധാനമന്ത്രിയുടെ വസതി പോലും കയ്യേറുകയും അതിനകത്തുള്ളതെല്ലാം വലിച്ചു വാരിയിട്ട് സർവ്വതും നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഭയം കാരണം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് രാജ്യം വിട്ട് ഓടിയിരിക്കുന്നു. അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാർ താമസിച്ചിരുന്ന പല കെട്ടിടങ്ങൾക്കും പ്രക്ഷോഭകാരികൾ തീവെക്കുകയും അതിൽപ്പെട്ട് 20-ലധികം വരുന്ന നേതാക്കൾ വെന്തു മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഭരണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക നിലയിൽ എന്ത് കാര്യങ്ങളാണ് ഷെയ്ഖ് ഹസീന ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിൽ ചെയ്തു വെച്ചത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രക്ഷോഭകാരികൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനവധി മരണങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പല ആളുകളെയും പ്രക്ഷോഭകാരികൾ പൊതുജന മധ്യത്തിലിട്ട് എല്ലാവരും കൂടെ കൂട്ടം ചേർന്നുകൊണ്ട് പോലും അടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ബംഗ്ലാദേശിലെ ഒരു ആക്ടറുടെ പിതാവിനെ പോലും ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾ എല്ലാവരും കൂടെ ചേർന്നു അടിച്ചു കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ. മാത്രവുമല്ല വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വ്യത്യസ്ത ബിൽഡിങ്ങുകൾക്ക് തീ വെക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മുഴുവൻ കൊന്നൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്, വലിയൊരു കലാപം തന്നെയാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പ്രക്ഷോഭകാരികളിലേക്ക് നോക്കുമ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ യുവജനതയാണ് ഈ പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു? പ്രധാനമന്ത്രിയുടെ വസതി പോലും കയ്യേറി അതിനകത്തുള്ളത് പൂർണ്ണമായും തച്ച് തകർത്ത് അവരുടെ അടിവസ്ത്രങ്ങൾ പോലും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന നിലയിലേക്ക് ഇവർ മാറി വന്നു. എന്താണ് ഇതിനുള്ള കാരണമെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മറുപടി സർക്കാർ ജോലികളിലേക്കുള്ള സംവരണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സംവരണം ഇത്തരത്തിലൊരു രാജ്യത്തെ പോലും തകർത്തെറിയുന്ന നിലയിലേക്ക് മാറി വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ അതിലേക്ക് വഴി നയിച്ചിട്ടുള്ള സംവരണം എന്താണ്? ആ ഒരു കാര്യം തീർച്ചയായിട്ടും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പാകിസ്ഥാനും തലേ ദിവസം സ്വതന്ത്രമായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ അന്നത്തെ ഭൂപടം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗത്തായിട്ട് ഈസ്റ്റ് പാകിസ്ഥാനും അതുപോലെ തന്നെ മറുഭാഗത്തായിട്ട് വെസ്റ്റ് പാകിസ്ഥാൻ, അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെസ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഇന്നത്തെ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഭാഗത്തുള്ള പാകിസ്ഥാൻ കൃത്യമായ നിലയിലുള്ള പരിഗണനകളോ മറ്റോ ഈ ഈസ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ട് നൽകി വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല 1970 കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇലക്ഷനിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അവാമി ലീഗ് എന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള പാർട്ടി വിജയിച്ചപ്പോൾ മൊത്തം പാകിസ്ഥാൻ്റെയും നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ഈ മൊത്തം പാകിസ്ഥാൻ്റെയും പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും വരേണ്ട വ്യക്തിയായിട്ട് കൂടെ ഈ വെസ്റ്റ് സൈഡിലുള്ള പാകിസ്ഥാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നില്ല. അതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നതോട് കൂടിയിട്ടാണ് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലേക്ക് പോലും എല്ലാം ഒടുവിൽ ചെന്നെത്തുന്നത്. ഇതിനൊക്കെ പ്രധാനമായിട്ടും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘത്തെ തന്നെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മുക്തി വാഹിനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘത്തിന് പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ആ ഒരു സംഘത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ആർമിയിലുള്ള ആളുകൾ, പോലീസിലുള്ള ആളുകൾ, സിവിലിയൻസ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു അത്. ഇവരുടെ എല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും കൂടി ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് 1971 മാർച്ച് 26 പാകിസ്ഥാനിൽ നിന്നും വിട്ടുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം അവിടെ രൂപീകൃതമാകുന്നത്. അപ്പം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന അവാമി ലീഗിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതുതായി രൂപീകൃതമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകാൻ തന്നെ കാരണക്കാരായിട്ടുള്ള അതിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മുക്തി വാഹിനി എന്ന് പറഞ്ഞ സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തന്നെയും സർക്കാർ
സർക്കാർ മേഖലയിൽ വ്യത്യസ്ത സംവരണം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. അവരെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നൊക്കെ തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പം രാജ്യത്തിന് വേണ്ടിയിട്ട് നിർണായക ഘട്ടങ്ങളിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇത്തരം ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നതിനോട് എല്ലാവർക്കും വലിയ താല്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മൊത്തത്തിലുള്ള ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലേക്കുള്ള റിസർവേഷൻ്റെ അവർ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ 30% ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ബാക്കിയുള്ള റിസർവേഷൻ്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 10% സ്ത്രീകൾക്കുണ്ട്, 10% പിന്നാക്ക ജില്ലയിൽ നിന്നുള്ള ആളുകൾക്ക് സംവരണം നൽകുന്നുണ്ട്, 5% മൈനോറിറ്റീസിനും, 1% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഇത്തരത്തിലാണ് അവിടുത്തെ സംവരണത്തിൻ്റെ ആ ഒരു കണക്കുകൾ മറ്റുമൊക്കെ വരുന്നത്. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെങ്കിൽ കൂടെയും കൂടുതൽ കാലങ്ങളൊന്നും അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 1975 ഒരു പട്ടാള അട്ടിമറി നടക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒന്നടങ്കം കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ രക്ഷപ്പെടുകയുണ്ടായി. ആ 2 ആളുകളും ജർമ്മനിയിലൊരു പര്യടനത്തിന് ഒരു വിസിറ്റിന് മറ്റൊക്കെ പോയതായിരുന്നു. അങ്ങനെയാണ് അവർ 2 പേരും മാത്രം ഈ ഒരു പട്ടാള അട്ടിമറിയിൽ പെട്ട് കൊല്ലപ്പെടാതെ രക്ഷപ്പെടുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് ഷെയ്ഖ് ഹസീനയാണ്, അതായത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സ്ത്രീ. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ 1975 ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടന്നിട്ട് പിന്നീട് 96 വരെ പട്ടാള ഭരണവും മറ്റൊക്കെ തന്നെ അവിടെ നടപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ തന്നെ ഈ പറഞ്ഞ 30% സംവരണം ഒന്നും ഈ ഒരു കാലഘട്ടങ്ങളിൽ നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് 1996 അവാമി ലീഗ് എന്ന് പറയുന്ന മുജീബ് റഹ്മാൻ്റെ പാർട്ടി വീണ്ടും അധികാരത്തിലേറുന്നതും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് ബംഗ്ലാദേശിൽ സ്ഥാനമേക്കുന്നതൊക്കെ. ഈ ഒരു അവസരത്തിൽ അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന 30% സംവരണം തിരിച്ചു കൊണ്ടുവരികയാണ്. സർക്കാർ ജോലികളിലൊക്കെ തന്നെയും അത് അവർ നടപ്പിൽ വരുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം അതോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മക്കൾക്കു കൂടെ ഈ സംവരണം അനുവദിച്ച് നൽകുന്നതായിരിക്കും എന്നതാണ് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം. അവിടെ നിന്ന് പിന്നെയും വർഷങ്ങൾ കടന്നു പോവുകയാണ്. പിന്നീട് 2001 മുതൽ 2009 വരെ വ്യത്യസ്ത മറ്റു പാർട്ടികളൊക്കെ തന്നെയാണ് ബംഗ്ലാദേശിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊന്നും അവാമി ലീഗ് അധികാരത്തിലില്ല. അതിനാലൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ പറഞ്ഞ 30% ആ ഒരു കൺസിഡറേഷൻ ഒന്നും തന്നെ അവിടെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 30% സംവരണം ഒന്നും തന്നെ സർക്കാർ ജോലികളിൽ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അത് കഴിഞ്ഞിട്ട് 2009 പിന്നെയും അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും അധികാരത്തിലേറുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ വീണ്ടും അവർ ഈ പറഞ്ഞ 30% സംവരണം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതൊരു പക്ഷേ അവരുടെ പിതാവ് തുടക്ക കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ വാഗ്ദാനം ചെയ്തതായിരിക്കാം എന്ന നിലക്കായിരിക്കാം പിന്നെയും അത് അവരങ്ങനെ ഫോളോ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അധികാരത്തിലേറുമ്പോൾ ഈ ഒരു കാര്യം അവർ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2009 അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന പിന്നീട് 4 തവണ ഇലക്ഷൻ നടന്നപ്പോൾ അതിലൊക്കെ തന്നെയും വിജയിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രിയും ഷെയ്ഖ് ഹസീന തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും 2009 അവർ അധികാരത്തിലേറിയപ്പോൾ മുമ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിനും അവരുടെ മക്കൾക്കും 30% സംവരണം എന്നതിനോട് മറ്റൊരു കാര്യം കൂടെ അവർ കൂട്ടിച്ചേർക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകാൻ കാരണമായിട്ടുണ്ടായിരുന്ന അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്ന വ്യക്തികളുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ അവരുടെ പേരമക്കൾക്കും കൂടെ ഈ ഒരു സംവരണം 30% സംവരണം നൽകുമെന്നുള്ളതാണ് അവർ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു മാറ്റം. എന്തൊക്കെ തന്നെയായാലും പിന്നെയും വർഷങ്ങൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ ഈ ഒരു സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും കൂടുതലായിട്ട് വ്യത്യസ്ത ഗവൺമെൻറ് ജോലികളിലേക്ക് മറ്റൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ 2018 എത്തുമ്പോൾ പിന്നെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സംവരണത്തിനെതിരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്നത് അവാമി ലീഗ് എന്ന് പറയുന്ന ഈ പാർട്ടിയിലുള്ള പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സംവരണം ലഭിക്കുന്നുള്ളൂ. ആ പാർട്ടിയിലുള്ള ആളുകളെ വ്യത്യസ്ത ഗവൺമെൻറ് ജോലികളിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംവരണം ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള പ്രതിഷേധമാണ് ഒന്നാമതായിട്ട് വലിയ തോതിൽ തന്നെ ആളിപ്പടർന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അന്ന് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇത്തരം സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളൊക്കെ നടത്താൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന അവാമി ലീഗിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് കൂടുതലും ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഈ ഫ്രീഡം ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിൽക്കാലത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ തന്നെയാണ് കൂടുതലും ഈ സംവരണം എന്തായാലും ലഭിക്കുകയുള്ളൂ.
എന്തൊക്കെ തന്നെ ആയാലും ഇതിങ്ങനെ വലിയൊരു പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന ഗവൺമെൻറ് ജോലികളിൽ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള ജോലികളിലേക്ക്, സർക്കാർ ജോലികളിലേക്ക് ഈ ഒരു സംവരണം നൽകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. ഈ ഒരു 30% സംവരണം ഇത്തരം കാറ്റഗറിയിലുള്ള ജോലികൾക്കൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും എടുത്തൊഴിവാക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒന്ന് പതിയെ തണുത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ സംവരണങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന പല ആളുകളും രംഗത്തേക്ക് വരികയാണ്. അവർ നേരെ പോയിട്ട് കോടതിയെ സമീപിക്കുകയാണ്. ഞങ്ങൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരമക്കളാണ്, ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 30% സംവരണം ഒറ്റയടിക്ക് തന്നെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും ഒക്കെ തന്നെയും ഈ സംവരണം തീർച്ചയായിട്ടും ലഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ആവശ്യം. ഇവർ നേരെ കോടതിയെ സമീപിച്ച് കോടതി വിശദമായ നിലയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഒരിക്കലും ഗവൺമെൻറ്റിന് ഓൾറെഡി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനാലൊക്കെ തന്നെയും 2018 ബംഗ്ലാദേശ് ഗവൺമെൻറ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന ഈ സംവരണം തിരിച്ചു കൊണ്ടുവരണം എന്നൊരു വിധി അവിടുത്തെ ഹൈക്കോടതിയൊക്കെ തന്നെയും പുറപ്പെടുവിക്കുകയാണ്. ഈ 2024 ജൂൺ മാസത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിധി അവിടുത്തെ കോടതികളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരമൊരു വിധി വന്നതിനടിസ്ഥാനത്തിൽ പിന്നെയും അങ്ങോട്ട് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ യുവാക്കളുടെ നേതൃത്വത്തിൽ അവിടെ അരങ്ങേറാൻ ആരംഭിക്കുകയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരായിട്ട് അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു വിധി വന്ന ഉടനെ തന്നെ ആ വിധിക്കെതിരായിട്ട് ബംഗ്ലാദേശ് ഗവൺമെൻറ് തന്നെ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരം ഒരു കാര്യം അനുവദിച്ചു കൊടുക്കരുത്, എല്ലാ കാറ്റഗറിയിലും അല്ലെങ്കിൽ എല്ലാ ജോലികളിലും ഈ ഒരു സംവരണം നൽകാൻ കഴിയില്ല, അത് മുൻപത്തെ പോലെ തന്നെ തുടരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടെയും അപ്പോഴേക്ക് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അരങ്ങേറാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് മാത്രമാണോ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നൊരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായ മറ്റൊരു കാരണം, മൂലകാരണം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന തന്നെയാണ്. അവരോടുള്ള ആളുകൾക്കുള്ള വലിയ തോതിലുള്ള ദേഷ്യവും അമർഷവും ഒക്കെ തന്നെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടുതൽ അതിനെ ആളിപ്പടരാൻ സഹായിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ചില വാക്കുകൾ കൂടെ ഈ പ്രതിഷേധക്കാരെ ഒന്നുകൂടെ കൂടുതൽ ശക്തിയാർജിക്കുന്നതിൽ അല്ലെങ്കിൽ ശക്തമായ നീക്കങ്ങളിലേക്കൊക്കെ തന്നെയും അവരെ തള്ളിവിടുന്ന നിലയിലേക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഷെയ്ഖ് ഹസീന പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പിൻതലമുറക്കാർക്ക് തന്നെയല്ലേ ഈ ഒരു സംവരണം നൽകേണ്ടത്, അതല്ലാതെ റസാക്കാറിനല്ലല്ലോ എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റസാക്കാർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ആളുകൾ രാജ്യദ്രോഹികളെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതായത് ഈ പാകിസ്ഥാനിൽ നിന്ന് മാറി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള നിലയിലുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും നടക്കുമ്പോൾ അതിനൊക്കെ തന്നെയും ഒറ്റുകൊടുത്തിട്ടുണ്ടായിരുന്ന പാകിസ്ഥാനോടൊപ്പം പോകണം, പാകിസ്ഥാനോടൊപ്പം ചേർന്ന് മുന്നോട്ടേക്ക് നീങ്ങണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് ഈ ഒരു റസാക്കാർ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം കൂടെ പറഞ്ഞതോട് കൂടിയിട്ട് പ്രതിഷേധക്കാർ ഇതിനെതിരെ പോലും ശക്തമായ നിലയിൽ തന്നെ തിരിച്ചടിക്കാൻ ആരംഭിക്കുകയാണ്. പ്രതിഷേധക്കാരെ മുഴുവനും ഇത്തരത്തിൽ രാജ്യദ്രോഹികളെ പോലെ അല്ലെങ്കിൽ ഈ റസാക്കാസിനെ പോലെ പ്രധാനമന്ത്രി കാണുന്നു എന്ന നിലയിലേക്കൊക്കെ അത് തിരിഞ്ഞു വരുന്നുണ്ട്. ശക്തമായ നിലയിൽ ഇത്തരം കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ പോലും വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ എങ്ങും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, വലിയ കലാപത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 പ്രാവശ്യങ്ങളായിട്ട് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാവിധ പ്രൊസീജിയറുകളൊക്കെ തന്നെയും നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെയും ഏറ്റവും അവസാനം വിജയിക്കുന്നത് അവാമി പാർട്ടിയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുമാണ്. അവർ തന്നെയാണ് കഴിഞ്ഞ 4 ഇലക്ഷനും ജയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കാലം അത്രയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല പ്രതിപക്ഷ നേതാക്കളും പല ജയിലുകൾക്കകത്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ തന്നെയും തുറുകിലടച്ചുകൊണ്ടൊരു സ്വേച്ഛാധിപത്യ ഭരണമാണ് ഷെയ്ഖ് ഹസീന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള വലിയ തോതിലുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരമൊരു പലതരം പ്രസ്താവനകൾ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതോടൊപ്പം ഈ ഒരു സംവരണത്തിൻ്റെ കാര്യത്തിലുള്ള മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേരുമ്പോൾ പ്രതിഷേധം വലിയ ശക്തമായിട്ട് ആളിക്കത്തുകയും അത് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് വലിയൊരു കലാപ സമാനമായ രീതിയിലേക്കൊക്കെ തന്നെയും എത്തിച്ചേരുകയും അതിനടിസ്ഥാനത്തിൽ കലാപകാരികൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കെട്ടിടങ്ങൾക്ക് തീവെക്കുകയും പ്രധാനമന്ത്രിയുടെ പോലും വസതിയെ പൂർണ്ണമായിട്ടും തച്ച് തകർത്ത് അതിനകത്തുള്ള സർവ്വതും നശിപ്പിച്ച് എല്ലാം വലിച്ചു വാരിയിട്ട് അവരുടെ അടിവസ്ത്രം പോലും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന നിലയിലേക്കും
അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് പോലും കയറി ഇരുന്നു കൊണ്ട് ആളുകൾ സിഗരറ്റ് വലിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങളിലേക്ക് ഇതൊക്കെ തന്നെയും ഒരുപോലെ നേരെ വഴിവെക്കുകയായിരുന്നു. അതായത് സംവരണം തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു സ്വേച്ഛാധിപത്യ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തകൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വന്നതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെറിയ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളായി വലിയ കലാപമായി ഇന്ന് കാണുന്ന നിലയിലേക്ക് പരിണമിച്ചിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയും ബംഗ്ലാദേശിൽ അരങ്ങേറി അവിടം വിട്ടുകൊണ്ട് ജീവനും കൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഷെയ്ഖ് ഹസീന നേരെ ഇന്ത്യയിലേക്കാണ് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവരുടെ വിമാനം വേറെ ഏതോ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, അല്ല ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, ലണ്ടനിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം വ്യത്യസ്ത പ്രശ്നങ്ങൾ വലിയ ശക്തമായ നിലയിൽ തന്നെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ സൈന്യം അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവരെ കൊണ്ടും ഒറ്റയടിക്ക് ഈ ആളുകൾ മുഴുവനും അമർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും തീർക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരിക്കലും അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പതിയെ പതിയെ തീർച്ചയായിട്ടും സൈന്യം എല്ലാം അവരുടെ കൺട്രോളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നൊരു വിഷയമാണ് ഈ ഒരു സംവരണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതോടൊപ്പം ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിയപ്പോൾ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ വന്നതോടുകൂടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇത്തരം സംവരണങ്ങൾ ഉണ്ടായത് കാരണമായിട്ട് നല്ല ഗവൺമെൻറ് ജോലികൾ കിട്ടാതെ ആളുകൾ വന്നതോടുകൂടിയിട്ട് ഇങ്ങനെയൊക്കെ കൂടി ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ സാമ്പത്തിക നില ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയും ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിലൊക്കെ തന്നെയുമുള്ള ഷെയ്ഖ് ഹസീനയുടെ പങ്കിനെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ ബൈ.